പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 12 മണിവരെ പിരിഞ്ഞു. അദാനി വിഷയം ഉൾപ്പെടെ ഉള്ള വിഷയങ്ങളാണെന്ന് പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനാണെന്ന് രാജ്യസഭ സാക്ഷിയായത്. മുൻ ദിവസങ്ങളിലും പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധം സഭകളിൽ ഉയർന്നതിനെ തുടർന്ന് സഭ പല തവണ നിർത്തിവെക്കേണ്ടി വന്നു. അദാനിക്കെതിരെ അമേരിക്കൻ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സഭ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം രാജ്യസഭയിലും ഒപ്പം തന്നെ ലോക്സഭയിലും ഉയർത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ രാജ്യസഭ പിരിഞ്ഞു. സിബി ചേരുന്നു. സിബി, എങ്ങനെയാണ് പ്രതിപക്ഷ പ്രതിഷേധം? എന്തൊക്കെ വിഷയം ഉയർത്തിയായിരുന്നു പ്രതിഷേധം? ഷമ്മി, എന്തായാലും ഈ അദാനി വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ ലോക്സഭയും രാജ്യസഭയും ഇന്ന് പിരിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മറ്റ് നിരവധി വിഷയങ്ങൾ കൂടി ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി എത്തിയിരുന്നു. ചട്ടം 267 പ്രകാരം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദാനി വിഷയം മാത്രമല്ല, സംഭാലിലെ വർഗീയ സംഘർഷം, അതുകൂടാതെ മണിപ്പൂർ സംഘർഷം, വയനാടിന് വേണ്ടിയുള്ള കേന്ദ്ര സഹായം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ കേരളത്തിലെ എം പിമാർ അടക്കമല്ലെന്നതിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. എ റഹീം എം പി സംഭാൽ വർഗീയ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ വി ശിവദാസൻ എം പിയും എ റഹീം എം പിയും എല്ലാം തന്നെയും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ നോട്ടീസിന്മേൽ ചർച്ചയ്ക്ക് അനുവദിക്കില്ല എന്ന നിലപാട് ഇരു സഭകളിലെയും അധ്യക്ഷന്മാർ സ്വീകരിക്കുകയും പിന്നീട് പ്രതിപക്ഷം അവിടെ പ്രതിഷേധിക്കുകയായിരുന്നു. എന്തായാലും നടുത്തളത്തിറങ്ങി പ്രതിഷേധിച്ചോടെ പിന്നീട് ഇരു സഭകളും 12 മണിവരെ നിർത്തിവെച്ചതായി അറിയിക്കുകയും ചെയ്തു. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവനും ഈ ഒരു വിന്റർ സീസൺ ആരംഭിച്ച ശേഷം ഇതുവരെയും സഭയിൽ ഒരു നടപടിക്രമവും ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ഈ അദാനിയോ പോലുള്ള വിഷയവും മറ്റുള്ള വിഷയങ്ങളെല്ലാം നിലയും ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷവും ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകുകയും ഇപ്പോൾ 12 മണിവരെ നിർത്തിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഷമ്മി, സിബി, നമ്മുടെ പാർലമെന്റിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഈ ഒരു വിഷയവും സഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിഷയമാണ് ഈ സർക്കാർ സഭയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഷമ്മി, നമുക്കിപ്പോൾ നോക്കിക്കാണുന്നത് ഈ പാർലമെൻറ്റ് അല്ലെങ്കിൽ ശീതകാല സമ്മേളനം ഇത്തരത്തിൽ ഒരു കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കേന്ദ്ര സർക്കാരും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം ഈ അദാനിയുടെ ഒരു പേര് പറയുമ്പോൾ തന്നെ ഈ പാർലമെൻറ്റ് നടപടികൾ പെട്ടെന്ന് അവസാനിപ്പിച്ച് പിരിയുന്നൊരു രീതിയിലേക്ക് സർക്കാർ മാറുകയാണ്. പ്രത്യേകിച്ച് വലിയ പ്രതിഷേധം പോലും ഉണ്ടാകാതെ തന്നെ പാർലമെൻറ്റിൻ്റെ സഭാ നടപടിയെല്ലാം നിലയും പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ട് 12 മണി വരെ പിരിയുന്നു. 12 ശേഷം വീണ്ടും ചേരുമ്പോൾ വീണ്ടും ഈ അദാനി വിഷയവും മറ്റു വിഷയങ്ങളും ഉയർത്തുമ്പോൾ ഉടൻ തന്നെ വീണ്ടും പാർലമെന്റ് അടുത്ത ദിവസത്തേക്ക് പിരിയുന്ന ഒരു സാഹചര്യം കാണുന്നു. സ്വാഭാവികമായും ഈ ശീതകാല സമ്മേളനത്തിൽ 10-16 ബില്ലുകൾ അടക്കമെല്ലാം നിലയും കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ലിസ്റ്റിലുണ്ട്. പക്ഷേ ഇവയെല്ലാം നിലയും അവസാനത്തെ 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് കൊണ്ടുവന്ന് പാസ്സാക്കിയെടുക്കുന്ന മുൻ രീതികൾ തന്നെ ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും വഖഫ് ഭേദഗതി ബില്ല് അടക്കമെല്ലാം നിലയും കൊണ്ടുവരാൻ ശ്രമം നടത്തിയെങ്കിലും അത് പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിനുണ്ടായി. എന്തായാലും അത് ഈ ശീതകാല സമ്മേളനത്തിൽ ഉണ്ടാകില്ല എന്ന് BJP തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ജനങ്ങളെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് ഈ അദാനി വിഷയവും അതോടൊപ്പം തന്നെ സംഭാലിലെ വർഗീയ സംഘർഷവും എല്ലാം തന്നെ വളരെയധികം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇതെല്ലാം തന്നെയും കൃത്യമായി ഈ സഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും ചർച്ച ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. ഇരു സഭകളും നാടകീയമായി ഓരോ സമയത്തും ഈ പ്രതിപക്ഷം ഇവ ഉന്നയിച്ചുകൊണ്ട് നോട്ടീസ് നൽകുമ്പോൾ പെട്ടെന്ന് പിരിയുന്ന ഒരു സമീപനമാണ് കാണുന്നത്. ഷമ്മി, രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ പരമോന്നത സഭയെ നോക്കുകുത്തിയാക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ ഈ സമ്മേളനം തുടങ്ങിയപ്പോൾ മുതൽ സ്വീകരിക്കുകയാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു വിഷയവും അവിടെ ചർച്ച ചെയ്യാൻ സർക്കാർ അനുവദിക്കുന്നില്ല. സിബിയാണ് വിവരങ്ങൾ നൽകിയത്.